എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്രീമി ആയിട്ടുള്ള ഒരു വെജ് കറിയുടെ റെസിപ്പി പറഞ്ഞു തരട്ടെ. അപ്പോൾ ഒരുപാട് വെജിറ്റബിൾസ് ഒന്നുമില്ല, ഒരു 2-3 വെജിറ്റബിൾസ് കൊണ്ടാണ് ഞാൻ ഈ റെസിപ്പി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ റെസിപ്പിയിൽ ചേർത്തിരിക്കുന്ന വെജിറ്റബിൾസ് മിക്കതും നമ്മുടെ മക്കളൊക്കെ കഴിക്കാത്ത സാധനങ്ങളാണ്. പക്ഷേ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, അവർ ഉറപ്പായിട്ട് കഴിക്കുവേ. വേഗം നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ആദ്യം ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. അതൊന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് കൊത്തിയരിഞ്ഞാണ് ഇട്ട് ചേർത്തിരിക്കുന്നത്. അത് ചേർത്ത് ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ 3 പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആദ്യത്തെ വെജിറ്റബിൾ ആയിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ക്യാരറ്റ് ഞാനൊന്ന് നീളത്തിൽ അരിഞ്ഞത്, ഒരു മീഡിയം സൈസ് ക്യാരറ്റാണ് എടുത്തത്. അതൊന്ന് നീളത്തിൽ കുറച്ച് കട്ടിക്ക് അരിഞ്ഞിട്ട് അതുകൂടെ ചേർത്ത് ഇത് നമുക്കൊന്ന് കുറച്ച് നേരം ഒന്ന് കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കണം. കാരണം ഞാനിതിൽ ചേർത്തിരിക്കുന്നതിൽ കുറച്ച് വേവുള്ളത് ഈ ഒരു വെജിറ്റബിൾ ആണ്. ഇനി നമുക്കിതിലേക്ക് ബ്രൊക്കോളി ചേർത്ത് കൊടുക്കാം. ബ്രൊക്കോളി കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മഷ്റൂം ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 കൂണാണ് ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്, അതാ ചേർത്തിരിക്കുന്നത്. അതുകൂടി ചേർത്ത് ഒന്ന് സോട്ട് ചെയ്യുക. ഒരു 2-3 സെക്കൻഡ് ഇതൊന്ന് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ആവിയിൽ വേഗം തന്നെ ഇതെല്ലാം വെന്ത് കിട്ടും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓൾ പർപ്പസ് ഫ്ലോറാണ് ചേർത്തിരിക്കുന്നത്. അത് ചേർത്തതിന് ശേഷം നിങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. കാരണം ആ മൈദപ്പൊടിയുടെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് കുറച്ച് നേരം മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഫുള്ള് പാല് മാത്രമായിട്ട് ചേർക്കാം. പക്ഷേ ഞാൻ 1/2 കപ്പ് പാലും 1/2 കപ്പ് പച്ചവെള്ളവും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് 1 കപ്പാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ഒരു സ്ലൈസ് ചീസ് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഒന്ന് കവർ ചെയ്ത് വെച്ചതിന് ശേഷം ഈ ചീസ് ഒന്ന് മെൽറ്റായി കഴിയുമ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ കറി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇത്ര സമയം മതി. ഇത് ഇരിക്കും തോറും കുറുകി വരും. അപ്പോൾ തിക്കായി പോവുകയാണെങ്കിൽ നിങ്ങളിതിൽ തിളപ്പിച്ച പാലോ അല്ലെങ്കിൽ ചൂടുവെള്ളമോ ചേർത്ത് ലൂസാക്കി എടുത്തോളൂ കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. മക്കൾ ഇത് വെറുതെ ഇങ്ങനെ കോരി കഴിക്കും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.